ഈ മാങ്ങ വന്നിട്ട് 100 രൂപയ്ക്ക് 1 കിലോ ഉള്ള മാങ്ങയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഐ ലൈക്ക് ഇതൊരു ഇപ്പോൾ സമയം എനിക്ക് വരുന്ന ഒരു 5:15 ഇപ്പം നമ്മളിരിക്കുന്നത് പുഞ്ചക്കരിയാണ്. വരുന്ന വഴി ഒരു കടയിൽ നിന്നും കാലടിയിൽ നിന്നൊരു കടയിൽ നിന്നും 1 കിലോ മാങ്ങ വാങ്ങിച്ചു. സൈക്കിളിൽ വന്നു. സൈക്കിൾ ഇതേ ഇരിപ്പുണ്ട് അവിടെ. സൈക്കിൾ ബാഗിനകത്ത് ഞാൻ ബാക്കി മാങ്ങ വെച്ചിട്ടുണ്ട്. 4 മാങ്ങ കിട്ടി. അതിലൊരു മാങ്ങ ഞാനിപ്പോൾ എടുത്തു കഴിക്കാനായിട്ട്. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ കത്തിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. ചൂടേ അറിയുന്നില്ല. വെയിലുണ്ട്. സൺസെറ്റ് എനിക്ക് തോന്നുന്നൊരു 6:15 തോന്നുന്നു സൺസെറ്റ്. കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ സൂപ്പറാണ്. ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട്. ബൈക്കിലും സൈക്കിളിലും നടക്കാനായിട്ട് കാറിലൊക്കെ ഫാമിലീസ് ഒത്തിരി പേര് വരുന്നുണ്ട്. ആൻഡ് ഞാൻ സോളോ ആയിട്ടാണ് വന്നത്. പകുതിയൊക്കെ തൊലി ഞാൻ കഴിഞ്ഞു. കഴിക്കാം. ഇവിടെ ഫുൾ കാക്കയാണ്. അറിയില്ല എന്താ. നല്ല മധുരമാണ്. വൈറ്റ് ടീഷർട്ടിലാവുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പുഞ്ചക്കരി ഒരിക്കൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്രയും ഭംഗിയാണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. സൈക്ലിങ്ങിന് വന്നതിന് ശേഷമാണ് ഇത്രയും ഭംഗിയാണ് പുഞ്ചക്കരി എന്നുള്ളത് അറിയുന്നത്. ഇവിടെ കിരീടം പാലമുണ്ട്. അവിടേക്ക് ചെന്നിരിക്കാൻ നല്ല. പക്ഷേ ഈ സമയത്തൊക്കെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഏർലി മോർണിംഗ് വരാനും നല്ലതാണ്. ആ സമയത്ത് വരുമ്പോഴത്തേക്കും നല്ല വിസിറ്റായിരിക്കും ഇവിടെയൊക്കെ. വയലിലൊക്കെ ഇങ്ങനെ മഞ്ഞ് തുള്ളികളൊക്കെ കാണാം. നല്ല ഭംഗിയാണ്. എന്തു പറയാനാ, സ്വർണ്ണമണികൾ എൻ്റെ തുമ്പിലിങ്ങനെ സ്വർണ്ണമുത്തുകൾ ഇരിക്കുന്ന പോലെ തോന്നും. നല്ല തിളക്കമായിരിക്കും വെയിലും കൂടി വരുന്ന സമയത്ത്. അതായത് സൺറൈസ് ചെയ്യുന്ന സമയത്ത് ആ മഞ്ഞു തുള്ളികളിൽ സൂര്യൻ്റെ സൺലൈറ്റ് വീഴുമ്പോഴത്തേക്കും, റേസ് വീഴുമ്പോഴത്തേക്കും എന്താ ഗോൾഡൻ ബീഡ്സ് കണക്ക് തോന്നും. നല്ല തിളക്കമായിരിക്കും. നല്ല കാറ്റാണ്. ഈ സമയത്ത് വീട്ടിലിരിക്കുമായിരുന്നുണ്ടെങ്കിൽ ചൂടെടുത്ത് വിയർത്ത് വഴിയായേനെ സത്യം പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര മൈൻഡ് റിലാക്സിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പേര് കാറിലും ഒക്കെ വരുന്നുണ്ട്. ബൈക്കിലൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇവിടെ. ഏർലി മോർണിംഗ് ആണെങ്കിൽ സൈക്ലിസ്റ്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. നടക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഇതൊരു 7 കിലോമീറ്റേഴ്സേ വരത്തുള്ളൂ. ഞാൻ വരുന്നത് കൊഞ്ചിറവിളയിൽ നിന്ന് എനിക്ക് കാലടി കയറി അവിടെ നിന്ന് മരുതൂർക്കടവ് കയറിയിട്ട്
റൈറ്റ് എടുത്ത് മധുപാലം, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ എത്താൻ പറ്റും. എളുപ്പ വഴി അതാണ് എനിക്ക്. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വന്നത്. അപ്പോഴും ഞാൻ ഏതൊക്കെയോ വഴി കറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തിയത്. തിരിച്ചു പോയപ്പോൾ ഗൂഗിൾ മാപ്പ് എനിക്ക് ഇത്രയും എളുപ്പമുള്ള വഴി കാണിച്ചത്. അപ്പോൾ അതിനുശേഷം ഞാൻ സ്ഥിരം ഇങ്ങോട്ട് വരാറുണ്ട്. ഇത്രയും സന്തോഷം തരുന്ന വേറൊരു കാര്യം ഇപ്പം ഇല്ലെന്ന് വേണം പറയാൻ. എന്നുവെച്ചാൽ ഒരു മൈൻഡ് റിലാക്സേഷനൊക്കെ ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. പിന്നെ എനിക്ക് മാങ്ങ ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിറങ്ങിയത്. മാങ്ങയും മേടിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരും. അസ്തമയം കാണാൻ എന്തായാലും ഞാൻ ഇരിക്കത്തില്ല, കാരണം എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. സോ